ബാക്ക് ടു Xylem Learning. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ മക്കളെ A+ നിർണ്ണയിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ചാപ്റ്ററും വ്യക്തമായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. അപ്പൊ മക്കളെ A+ നമുക്ക് ഉറപ്പിക്കണം. ബയോളജിയിൽ 20 മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് മേടിക്കേണ്ടതാണ്. അതിനാൽ നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോകണം. അതിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പൊ അതിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ അല്ലെ? ഇതുപോലെ പദബന്ധം തന്നിട്ട് ചോദ്യം വരുന്നതാണ്. ല്യൂക്കോപ്ലാസ്റ്റ് ഫുഡ് സ്റ്റോറേജ് ആണ്, ആഹാര സംഭരണം. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോസിന്തസിസ് ആണ്. ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ്. ഹരിതകണം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടാണ്. പ്രകാശ സംശ്ലേഷണം. ആനിമൽ സെല്ല് കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ ആണെങ്കിൽ അല്ലെ, ജന്തുകോശം കണ്ടുപിടിച്ചത് തിയോഡർ ഷ്വാൻ ആണെങ്കിൽ പ്ലാന്റ് സെല്ല് സസ്യകോശം കണ്ടുപിടിച്ചത് ആരാണ്? യെസ്, മറ്റാരുമല്ല, MJ ഷ്ലീഡൻ ആണ്. ആരാണ്? MJ ഷ്ലീഡൻ. ഓക്കെ, അപ്പൊ ഇതുപോലെ സയന്റിസ്റ്റുകളുടെ പേരൊക്കെ ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കാം. റൈറ്റ് ദ നെയിം ഓഫ് കണക്റ്റീവ് ടിഷ്യൂ വിച്ച് പെർഫോം ഫോളോയിങ് ഫംഗ്ഷൻ. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ, പദാർത്ഥ സംവഹനമുണ്ട്. മേക്ക് ദ ബോഡി റെസിസ്റ്റന്റ് ടു ഡിസീസ് അല്ലെ, രോഗപ്രതിരോധം നടത്തുന്നു. കണക്റ്റീവ് ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി. പ്രോകാരിയോട്ട് ഉണ്ട്, യൂകാരിയോട്ട് ഉണ്ട്. നോ ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്. ശരിയല്ലേ? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ പ്രത്യേക ന്യൂക്ലിയസ് ഇല്ല, അവർക്ക് മർമ്മമില്ല. പിന്നെ യൂകാരിയോട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് നമുക്ക് പറയാം ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. ന്യൂക്ലിയസ് പ്രസന്റ് ആണ്. അവർക്ക് എന്തുണ്ട്? മർമ്മം ഉണ്ട്. ഇനി എക്സാമ്പിൾ ഫ്രോഗ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോകാരിയോട്ടിന് നമുക്ക് ഏത് എക്സാമ്പിൾ പറയാം? ബാക്ടീരിയ പറയാം, സൈനോബാക്ടീരിയ പറയാം അല്ലെ? ഇതൊക്കെ പ്രോകാരിയോട്ടിന് ഉദാഹരണമാണ്. സൈനോബാക്ടീരിയ പറയാം. ഇനി ഇപ്പോഴത്തെ യൂകാരിയോട്ടിലെ ഫ്രോഗ് ഉണ്ട്. മറ്റൊരു എക്സാമ്പിൾ ഏത് പറയാം? പ്ലാന്റ് പറയാം, സസ്യം പറയാം, അല്ലെങ്കിൽ ആനിമൽ പറയാം, മൃഗം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. ടോട്ടൽ മെറ്റീരിയൽ ഇൻസൈഡ് ദ സെല്ല് പ്രോട്ടോപ്ലാസം ആണെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ inside the cell excluding nucleus അല്ലെ? excluding nucleus. അപ്പൊ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ എന്താണ്? മർമ്മം ഒഴികെയുള്ള കോശത്തിലെ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത്? കോശദ്രവ്യം എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. ടോണോപ്ലാസ്റ്റ് ഇസ് എ യുണീക് മെംബ്രെയിൻ അല്ലെ? ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സവിശേഷ സ്ഥലമാണ്. നെയിം ദ സെൽ ഓർഗനൽ ഹാവിംഗ് ടോണോപ്ലാസ്റ്റ്. ഇത് കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്നാ ചോദിച്ചത്? വേറെ ആരുമല്ല, നമ്മുടെ വാക്യൂൾ ആണ്, നമ്മുടെ ഫേനമാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത് നോക്കിക്കേ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ടോട്ടൽ മെറ്റീരിയൽ പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം. ഓക്കെ, ഇതേ നമുക്ക് ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടതാണ്. ഇനി അടുത്തത്, നെയിം ദ പ്ലാസ്റ്റഡ് സീൻ മോർ ഇൻ ടൊപ്യൂക്ക പൊട്ടറ്റോ. നമ്മുടെ കപ്പയിലും അതുപോലെ തന്നെ പൊട്ടറ്റോ അല്ലെ ഉരുളക്കിഴങ്ങിലൊക്കെ നമ്മൾ കാണുന്നത് ഏത് പ്ലാസ്റ്റഡ് ആണ്? ഫുഡ് സ്റ്റോറേജ് പറയുന്നത് നമ്മൾ ല്യൂക്കോപ്ലാസ്റ്റ് ആണ് അല്ലെ? ശ്വേതകണമാണ്. ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണമാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരിക. ഇനി പ്രോട്ടീൻ മോളിക്യൂൾ ഹാവ് ഇമ്പോർട്ടന്റ് റോൾ ഇൻ കൺട്രോളിംഗ് സെല്ലുലാർ ആക്ടിവിറ്റി. കോശത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ മാംസ്യ തന്മാത്രകൾക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സോ നെയിം ദ സെൽ ഓർഗൻ വേർ പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ്. എവിടെയാണ് പ്രോട്ടീൻ സിന്തസിസ്, മാംസ്യ നിർമ്മാണം നടക്കുന്നത്? നമ്മൾ പഠിച്ചതാണ് റൈബോസോം അല്ലെ? എവിടെയാണ്? റൈബോസോമാണ്. അടുത്തതോ, ന്യൂക്ലിയർ പാർട്ട് വിച്ച് കൺട്രോൾ ദ പ്രോട്ടീൻ സിന്തസിസ്. മാംസ്യ നിർമ്മാണത്തെ നിയന്ത്രിക്കുന്ന മർമ്മത്തിലെ പ്രധാന ഭാഗം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അതാരാണ്? അത് നമ്മുടെ ന്യൂക്ലിയർ പാർട്ട് വിച്ച് കൺട്രോൾ അല്ലേ ചോദിച്ചത്? അത് ന്യൂക്ലിയോലസ്, മർമ്മകമാണ്. ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ നമുക്ക് പറയാം മർമ്മകമാണെന്ത്? പ്രോട്ടീൻ സിന്തസിസിൽ സഹായിക്കുന്ന ഒരു പ്രധാന ഭാഗം. ഇനി പ്രസ്താവന വിലയിരുത്തുക അല്ലെ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വസ്തുക്കളെ അനേക ലക്ഷം മടങ്ങ് വലുതാക്കി കാണിക്കുന്നു. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ത് ചെയ്യുന്നു? ഇറ്റ് മാഗ്നിഫൈസ് ആൻ ഒബ്ജക്ട് ഓവർ മില്യൺ ടൈംസ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് എന്നാ പറഞ്ഞത്. അങ്ങനെയാണോ മക്കളെ? അല്ല, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം എന്താ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഓൺലി മാഗ്നിഫൈ 2000 ടൈംസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് 2000 മടങ്ങ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ കാണുന്ന ഈ സാധനങ്ങളെ മാഗ്നിഫൈ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് എന്ത്? മില്യൺ ടൈംസ് ആയിട്ട് മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് അനേക ലക്ഷം മടങ്ങാക്കി ഇതിനെ കാണിക്കുന്നത്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചു വെക്കണം, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇനി കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട്.
അപ്പൊ നോക്കുക, നെർവസ് ടിഷ്യൂ ഹെൽപ്പ് ടു റെസ്പോണ്ട് ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി അല്ലെ? ശരിയാണല്ലോ. അകത്തുള്ളതും അല്ലെങ്കിൽ അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ നാഡീ കലയാണ്, അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ ആണ്. ഇനി എപ്പിത്തീലിയൽ ടിഷ്യൂ ഹെൽപ്പ് ഇൻ ബോഡി മൂവ്മെന്റ്സ് ആണോ? അല്ല, എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ല. അതാരാണ് പിന്നെ? അത് നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ്. ആരാണ്? മസ്കുലാർ ടിഷ്യൂ. ബോഡി മൂവ്മെന്റ്, ശരീര ചലനങ്ങൾ സാധ്യമാക്കുന്നത് ആരാണ്? പേശികലയാണ്. മോർ ദാൻ വൺ ടിഷ്യൂ ടുഗെദർ ഫോം കണക്റ്റീവ് ടിഷ്യൂ. അതും ശരിയാണ് അല്ലെ? അപ്പൊ ബി ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യുക? തിരുത്തി നമ്മൾ എഴുതിയാൽ മതി. ഇനി അടുത്ത ചോദ്യം, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ദ കറക്റ്റ് വൺ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെരിസ്റ്റമാറ്റിക് സെൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ മെരിസ്റ്റമിക കോശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ നോക്കണേ, മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡിങ് ഫാസ്റ്റ്ലി ടു ഹെൽപ്പ് ഗ്രോത്ത് അല്ലെ? പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? മെരിസ്റ്റമിക കോശങ്ങൾ. തിക് സെൽ വോൾ പ്രസന്റ് ആണോ? തിക് സെൽ വോൾ അതില്ല. അത് മെച്ചുവർ ആയിട്ടുള്ള പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിനാണ് കട്ടിയുള്ള കോശഭിത്തി നമുക്ക് കാണാൻ പറ്റുക. ഇനി വാക്യൂൾ ആബ്സെന്റ് ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ. അതുപോലെ ന്യൂക്ലിയസ് ഇൻ മെരിസ്റ്റമിക് സെൽ ആർ റിലേറ്റീവ്ലി സ്മോൾ. വാക്യൂൾ എവിടെ ഉണ്ടാവുകയില്ല? മെരിസ്റ്റമിക സെല്ലുകൾ കോശങ്ങളിൽ നമ്മൾ എന്ത് കാണില്ല? ഫേനങ്ങൾ കാണാൻ കഴിയില്ല. എന്നാൽ ന്യൂക്ലിയസോ റിലേറ്റീവ്ലി സ്മോൾ ആണോ? അല്ല, നല്ല വലിയ ന്യൂക്ലിയസ് ആണ് നമ്മുടെ മെരിസ്റ്റമിക സെല്ല് നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇത്രയാണ് അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരിക. അപ്പൊ മെരിസ്റ്റമിക കോശങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും പഠിച്ചു വെക്കാം. അടുത്ത നോക്ക്, വേർഡ് പെയർ റിലേഷൻ ആണ്. സൈലം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ജലവും ലവണങ്ങളും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഫ്ലോയം എന്താ ചെയ്യുന്നത്? ഫ്ലോയം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. ഭക്ഷണ പദാർത്ഥങ്ങളെ സംവഹനം ചെയ്യുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളെ സംവഹനം ചെയ്യുന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. സൈലം എന്താ ചെയ്യുന്നത്? ജലവും മറ്റ് മിനറൽസും ലവണങ്ങളും സാധനങ്ങളും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? സൈലം സംവഹനം ചെയ്യുന്നത്. ഓക്കെ, നെയിം ദ പ്രോസസ് എ ആൻഡ് ബി, മേക്ക് എ നോട്ട് അബൌട്ട് ദ പ്രോസസ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്ക് മക്കളെ, സൈഗോട്ട് എങ്ങോട്ടാവുന്നു? എംബ്രിയോ ആവുന്നു. എംബ്രിയോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെൽ ആകുന്നു. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നതാണ് സൈഗോട്ട് എംബ്രിയോ ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജനമാണ്. കോശ വിഭജനം വഴിയാണ് സൈഗോട്ട് ഒരു എംബ്രിയോ ആയി മാറുന്നത്. എന്നാൽ ആ എംബ്രിയോണിക് സെല്ലിൽ നിന്ന് പല പല കോശങ്ങളായി പല പല കലകളായി മാറുന്നത് എന്ത് പ്രോസസ് കൊണ്ടാണ്? സെൽ ഡിഫറൻഷിയേഷൻ അല്ലെങ്കിൽ കോശ വൈവിധ്യവൽക്കരണം കൊണ്ടാണ്. അപ്പൊ അതെന്താണ്? സം സെൽ ചേഞ്ച് ഇൻ ടു ന്യൂ സെൽ ബൈ അറ്റൈനിങ് ഡൈവേഴ്സിറ്റി ഇൻ ദർ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഗ്രാജുവലി ഈസ് കോൾഡ് സെൽ ഡിഫറൻഷിയേഷൻ. കോശങ്ങൾ എന്താ ചെയ്യുന്നത്? ചില കോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിച്ച് പുതിയ കോശങ്ങളാവുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം? അത് ഡിഫൈൻ ചെയ്യാനും കൂടെ പഠിച്ചു വെക്കാം. അടുത്ത നോക്കിക്കേ, ഗിവ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ടു ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സോഫ്റ്റ്നെസ് ഓഫ് പ്ലാന്റ് ലീഫ്, റിജിഡിറ്റി ഓഫ് കോക്കനട്ട് ഷെൽ, ഫ്ലെക്സിബിലിറ്റി ഓഫ് കൊളക്കീഷ്യ. അപ്പൊ ഇവിടെ പറയുന്നത് സസ്യകലകളെ പറ്റിയിട്ടാണ്, പ്ലാന്റ് ടിഷ്യൂസ്. അപ്പൊ പ്ലാന്റ് ലീഫ് ഇലകൾക്ക് വളരെ സ്മൂത്ത് കൊടുക്കാനുള്ള കാരണം അവിടെ ഏത് ടിഷ്യൂ ആയതുകൊണ്ടാ? അവിടെ പാരൻ കൈമ ആയതുകൊണ്ടാ. മൃദുത്വത്തിന് കാരണം അത് പാരൻ കൈമ കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഇനി റിജിഡിറ്റി, നമ്മുടെ തേങ്ങയുടെ ചിരട്ടയ്ക്ക് നല്ല കട്ടി കൊടുക്കുന്നത് എന്തുകൊണ്ടാ? അത് സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. സ്ക്ലീറൻ കൈമ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടാണ്. ഫ്ലെക്സിബിലിറ്റി ഓഫ് കൊളക്കേഷ്യ ഇങ്ങനെ വളയും തിരിയൊക്കെ ചെയ്യുന്നതോ? അത് നമ്മുടെ കോളൻ കൈമയുടെ പ്രത്യേകതയാണ്. കോളൻ കൈമ. ഓക്കെ, അപ്പൊ ഇതുപോലെ കലകളും അതിന്റെ ധർമ്മങ്ങളും പഠിച്ചു വെക്കണം, എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് കേട്ടോ. അപ്പം പ്രസൻസ് ഓഫ് പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമ. ഇനി ഒബ്സർവ് ദ ഫിഗർ എ ആൻഡ് ബി ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതുപോലെ ചിത്രം തന്നിട്ട് നമ്മളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. എ പി എന്താണ്? ഫംഗ്ഷൻ ഓഫ് ബി എഴുതണം. എ എന്ന് പറയുന്നത് എന്താണ്? മസ്കുലാർ ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ പേശീകല. ബി എന്ന് പറയുന്നതോ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ആവരണകല. എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണകല എന്ന് പറയാം. ഇനി നിങ്ങൾ നോക്ക്, എ ബി എന്നിവ നമ്മൾ തിരിച്ചറിഞ്ഞ് പേര് എഴുതി. ബിയുടെ ധർമ്മം, എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ ഉണ്ടല്ലേ, പ്രൊട്ടക്ഷൻ, സംരക്ഷണം. അതുപോലെ തന്നെയോ സെക്രീഷൻ, ശ്രവണം. ഇതൊക്കെ എന്താണ്?
നമ്മുടെ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രധാന ഫംഗ്ഷൻ ആണ് പ്രൊട്ടക്ട് ആൻഡ് കവറിങ് ഇന്റേണൽ പാർട്ട് അല്ലെ. ഉൾഭിത്തി ആവരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ, നമ്മുടെ ത്വക്കിനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ നമ്മുടെ ത്വക്കിൽ കാണുന്നതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ത്വക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് ടിഷ്യൂ കൊണ്ടാ? എപ്പിത്തീലിയൽ ടിഷ്യൂ അല്ലെങ്കിൽ ആവരണ കല കൊണ്ടാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ അബൌട്ട് ആനിമൽ ടിഷ്യൂ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. സെൽസ് ഹാവ് ദി എബിലിറ്റി ടു കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ് അല്ലെ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഐഡന്റിഫൈ ആനിമൽ ടിഷ്യൂ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ടിഷ്യൂ. ഇവിടെ പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? മസ്കുലർ ടിഷ്യൂ, പേശി കലയാണ്. അവരാണ് സങ്കോചിക്കാനും അതുപോലെ തന്നെ എന്താണ് പൂർവ്വസ്ഥിതി പ്രാപിക്കാനും പറ്റുന്നത്. അവരാണ് നമ്മുടെ മൂവ്മെന്റിനെ നമ്മളെ സഹായിക്കുന്നത്. But tonoplast unique membrane name the cell organelle having tonoplast. Tonoplast കാണുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചതാണ്. എവിടെയാണ്? വാക്യൂളിലാണ് അല്ലെ. വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിലാണ് നമ്മൾ ടോണോപ്ലാസ്റ്റ് കാണുന്നത്. ഫേനത്തിന്റെ ആവരണം അല്ലെങ്കിൽ അവരുടെ സ്ഥലമാണെന്ത്? ടോണോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ലൈസോസോം is a cell organelle which produce strong enzyme in which this is helpful to animal cell. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗമാണ് ലൈസോസോം. ഇത് ജന്തു കോശങ്ങൾക്ക് ഏത് വിധത്തിലാണ് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ലൈസോസോം പഠിക്കുന്നതാണ്. ഇറ്റ് ഡിസ്ട്രോയ് ഫോറിൻ മെറ്റീരിയൽ വിച്ച് എൻറ്ററിങ് ഇൻ ടു ദ സെൽ. കോശത്തിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ള ബാക്ടീരിയോ എന്താണ് ചെറിയ സൂക്ഷ്മജീവികൾ കയറിയാൽ അവരെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ലൈസോസോമിനുണ്ട്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലൈസോസോം. ഇനി ഈ ചോദ്യം നോക്കാം. ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം തന്നിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഈ ബോക്സിൽ കൊടുത്തത് ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ആക്കി എഴുതണം. ശ്വാസകോശം ശ്വസന വ്യവസ്ഥയിൽ. അപ്പൊ യുറത്ര എവിടെ വരുന്നു? മൂത്രവാഹി വിസർജ്യ വ്യവസ്ഥ. ബ്രെയിന്, തലച്ചോറ്, നാഡീ വ്യവസ്ഥ. ഹാർട്ട്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ. ഈസോഫാഗസ് എവിടെ വരുന്നു? ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ, ദഹന വ്യവസ്ഥ. അപ്പൊ ഇവിടെ പറയുന്നത് ഓർഗൻ സിസ്റ്റം കണക്ഷനിലാണ്. അവയവവും അവയവ വ്യവസ്ഥയുമാണ് നമ്മളിവിടെ പെയർ ആക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ഇനി നിങ്ങൾ അടുത്തൊരു ചോദ്യം നോക്ക്. ഇവിടെ കണ്ടോ? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ അബൌട്ട് പ്ലാന്റ് ടിഷ്യൂ. നെയിം ദ പ്ലാന്റ് ടിഷ്യൂ ദാറ്റ് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ്സ്. പ്ലാന്റ് ടിഷ്യൂസിന് നല്ല ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് അതാരാ? കോളൻ കൈമയാണ് കേട്ടോ. കോളൻ കൈമ. പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന ആരാണ്? അത് നമ്മുടെ പാരൻ കൈമയാണ്. പാരൻ കൈമ. പിന്നെ പ്ലാസ്റ്റിഡുകൾ ഇതുപോലെ ഫ്ലോ ചാർട്ട് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 3 തരത്തിലാണ് പ്ലാസ്റ്റിഡ് ഉള്ളത്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ആണ് എന്ത്? ക്ലോറോഫില്ല്, ഹരിതകം ഉൽപ്പാദിപ്പിക്കുന്നത്. വർണ്ണഗണത്തിൽ 3 പിഗ്മെന്റുകൾ നമുക്ക് കാണാം. സാന്തോഫില്ല്, കരോട്ടിൻ, ആന്തോസയാനിൻ. പിന്നെ നമുക്ക് ല്യൂക്കോപ്ലാസ്റ്റ് ആണ് കാണുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഭക്ഷണം സ്റ്റോർ ചെയ്യുക, സംഭരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ചോദ്യം കൂടെ പഠിച്ചു വെക്കാം. ഇനി മറ്റൊരു ചിത്രം ഇതേപോലെ ചോദിക്കാം. ഐഡന്റിഫൈ ഗിവൻ ഫിഗർ എ, വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ചിത്രം ഏത് തിരിച്ചറിയുക, അവയുടെ ധർമ്മം ഏതാനാണ്. ഈ തന്നിട്ടുള്ളത് ആരാണ്? നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. ഓക്കെ, നമ്മുടെ ഗോൾജി കോംപ്ലക്സ് ആണ്. ഗോൾജി കോംപ്ലക്സ് ആണ്. എന്താണ് ഇവയുടെ ധർമ്മം? പാക്കേജിംഗ് ഓഫ് മെറ്റീരിയൽ അല്ലെ. ഗോൾജി കോംപ്ലക്സ് എന്ത് ചെയ്യുന്നു? സെൽ സെക്രീഷൻസ്, ഹോർമോൺസ്, എൻസൈംസ്, മ്യൂക്കസ് ഇതുപോലത്തെ രാസവസ്തുക്കളും ഹോർമോണുകളും ഒക്കെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരാണ്? കളക്ട് ചെയ്ത് വെക്കുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പൊ ചിത്രം കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം കേട്ടോ. ഇനി മെരിസ്റ്റമാറ്റിക് സെൽ ഡിവൈഡ് കണ്ടോ? ഇവിടെ നിന്ന് മെരിസ്റ്റമാറ്റിക് സെല്ലുമായി ബന്ധപ്പെട്ടത് വീണ്ടും അതേ ചോദ്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ. അപ്പൊ എന്തായാലും മെരിസ്റ്റമാറ്റിക് സെല്ലും അതുപോലെ മെച്ചർ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിക്കണം. അതിന്റെ ചിത്രം നിങ്ങൾ പഠിക്കണം. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ വരും. അവിടെ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി അടിപൊളിയായിട്ട് പഠിക്കും. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നെ ലൈവിൽ കാണാവുന്നതാണ്. സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.